നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോഴും ടി വി കാണുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരൊറ്റ വാർത്തയുണ്ട്. മർഡർ, അതായത് കൊലപാതക വാർത്ത. അച്ഛനമ്മയോ, അമ്മ അച്ഛനെയോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെയോ, മകൻ അമ്മയെയോ, മകൻ അമ്മയെ അച്ഛനെയോ, ഭാര്യയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയാണ്. ഓരോ സ്ഥാനം മാറുന്നു, പക്ഷെ കൊലപാതകങ്ങൾ കൃത്യമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ലഹരിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛനാണോ, അമ്മയാണോ, സുഹൃത്താണോ, സഹോദരനാണോ തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയാതെ മറ്റൊരു ലോകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, ഒടുവിൽ അത് കൊലപാതകമാണെന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി ഇടുക്കിയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു കോൾ വരികയാണ്. ആ കോളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് അത് ഒരു നിസ്സാര കോളല്ല, നെടുങ്കത്തെ ഒരു വീട്ടിൽ സംഭവിച്ച ഒരു കൊലപാതകത്തിൻ്റെ വിവരണമായിരുന്നു. ആ കോളിൻ്റെ അങ്ങേ തലയ്ക്കൽ ഒരു വികാരി അച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറിയിട്ടുണ്ടായിരുന്നു. ഈ വാർത്ത കേട്ട് ഓടിയെത്തിയ ആ പോലീസ് ഉദ്യോഗസ്ഥർ ആ വീടിനകത്ത് കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. ആന്തരിക അവയവങ്ങൾ പുറത്തു വന്ന് 53ഉം 55ഉം വയസ്സ് തോന്നിക്കുന്ന പ്രായത്തിലുള്ള 2 മൃതദേഹങ്ങളാണ് ആ വീട്ടിൽ ചോരയൊലിച്ച് കിടന്നിരുന്നത്. അതിനടുത്തായിട്ട് കൊന്തയും പിടിച്ച് ജപിച്ചുകൊണ്ടിരിക്കുന്ന മകനെയാണ് കണ്ടത്. ലഹരിയുടെ ഭീതിജനകമായ വിഭ്രാന്തിയിൽ സ്വന്തം മാതാപിതാക്കളെ മാരകായുധങ്ങൾ കൊണ്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി 26-കാരനെ പിടികൂടിയപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്. ഇടുക്കി നെടുങ്കണ്ടം എഴുകുംവയൽ പാറത്തറയിൽ ആന്റണി എന്ന 59 വയസ്സുകാരനും ആന്റണിയുടെ ഭാര്യ വത്സമ്മ എന്ന 55 വയസ്സുകാരിയുമാണ് മരണപ്പെട്ടത്. നാടിനെ മുഴുവൻ നടുക്കിയ സംഭവത്തിൽ ഇരുവരുടെ മകനെയാണ് പിടികൂടിയിരിക്കുന്നത്. അജീഷിനെയാണ് നെടുങ്കണ്ടം പോലീസ് പിടികൂട്ടിയിരിക്കുന്നത്. അതിസാഹസികമായിട്ടാണ് അവർ ഇയാളെ പിടികൂടിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി 9:30 ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. കടുത്ത ലഹരിക്കടിമയായ അജീഷ് വീട്ടിലെത്തി മാതാപിതാക്കളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും തുടർന്ന് രോക്ഷാകുലനായി വീട്ടിലുണ്ടായിരുന്ന ആയുധമെടുത്ത് അതിക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. മാതാപിതാക്കളുടെ ആന്തരിക അവയവങ്ങൾ പുറത്തുവരുന്ന രീതിയിലുള്ള ക്രൂരമായ വെട്ടുകളാണ് ഇയാൾ അച്ഛനും അമ്മയ്ക്കും നേരെ നടത്തിയത്. കൊലപാതകം നടത്തിയ ശേഷം അതിലും വിചിത്ര ഭീതിജനകമായിട്ടുള്ള രീതിയിലാണ് അജീഷ് പെരുമാറിയത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തിയ ഇയാൾ ഈ വീഡിയോ വിദേശത്തുള്ള തൻ്റെ ഒരു ബന്ധുവിന് അയച്ചു കൊടുക്കുകയായിരുന്നു. വാട്സപ്പിലൂടെയാണ് ഇയാൾ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത്. നടക്കുന്ന ദൃശ്യങ്ങൾ കണ്ട ബന്ധു ഉടനടി തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വികാരി അച്ഛനെ വിളിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു ദൃശ്യം തന്നെ കിട്ടിയിട്ടുണ്ട്, ആ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് അറിയിക്കുകയും അങ്ങനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പള്ളി വികാരിയും പഞ്ചായത്ത് മെമ്പറും പോലീസിനെ ഒന്നിച്ച് സ്ഥലത്തേക്ക് അറിയിക്കുകയും ഇവരെല്ലാവരും ഒരുമിച്ച് സ്ഥലത്ത് എത്തുകയും ചെയ്തത്. എന്നാൽ സ്ഥലത്തെത്തിയ നാട്ടുകാരെയും പോലീസിനെയും ഞെട്ടിച്ചുകൊണ്ട് ചോര പുരണ്ട കത്തിയുമായി അക്രമാസക്തനായി നിലയുറപ്പിച്ചിരുന്ന അജീഷിനെയാണ് ഇവർ കണ്ടത്. നാട്ടുകാർക്കും പോലീസിനും നേരെ ആയുധം വീശിയാണ് ഇയാൾ പ്രതികരിച്ചുകൊണ്ടേയിരുന്നത്. അജീഷിനെ ഏറെ പരിശ്രമിച്ചിട്ടാണ് പോലീസ് കീഴ്പ്പെടുത്താൻ നോക്കിയത്. ബലപ്രയോഗം അവർ നടത്തേണ്ടി വന്നു. ഉന്തും തള്ളലും ഉണ്ടായി. ഒടുവിൽ അജീഷിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു. കീഴടക്കുന്നതിനിടയിലും ആയുധം പിടിച്ചുകൊണ്ടാണ് ഇയാൾ ഇരുന്നത്. ഇയാളുടെ കയ്യിൽ മുറിവേറ്റിട്ടുണ്ട്, ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരിക്കുന്നത്. പ്രതിക്കും പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. മാതാപിതാക്കൾ രക്തപ്പുഴയിൽ കിടക്കുമ്പോൾ രജീഷ് രക്തം പുരണ്ട വസ്ത്രങ്ങളോടെ കൈകളിൽ കൊന്ത പിടിച്ച് ബൈബിൾ വായിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മാതാപിതാക്കളെ താൻ ദൈവത്തിനടുത്തേക്ക് പറഞ്ഞയച്ചിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI തന്നിൽ കടന്നുകൂടി ചെയ്യിപ്പിച്ചതാണ്, അല്ലാതെ താൻ ചെയ്തതല്ല. AI ആണ് ഇത് ചെയ്തിരിക്കുന്നത്, താനല്ല ചെയ്തത്. ദൈവം വിളിച്ചു, ഞാൻ അവരെ പറഞ്ഞയച്ചു എന്നാണ് പറയുന്നത്. AI ആണ് അത് പ്രവർത്തിച്ചത്, ഞാനല്ല എന്നാണ് അജീഷ് ഒരു മുടന്തൻ ന്യായം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇയാളിത് അഭിനയിക്കുന്നതാണോ അതോ ഇയാൾ ശരിക്കും ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്ന് ഇനി വരുന്ന പരിശോധനയിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പിന്നീട് പോലീസിന്റെ കാവലിൽ തെളിവെടുപ്പിനായി സ്വന്തം വീട്ടിലെത്തിച്ചപ്പോൾ ഇയാൾ തികച്ചും വ്യത്യസ്തമായ നാടകമാണ് കളിച്ചത്. എന്റെ അമ്മ എവിടെയും തിരക്കി ഇയാൾ വീട്ടിലെ കാഴ്ചകളെല്ലാം ആരോ ഉണ്ടാക്കി കള്ളമാണെന്നും തനിക്ക് ആരോ പണി തന്നതാണെന്നും പറഞ്ഞ് മൊഴി മാറ്റാനും ശ്രമം നടത്തി. ലഹരി ഉപയോഗം മൂലം പെരുമാറ്റത്തിൽ ഗുരുതരമായ വ്യതിയാനങ്ങൾ വന്നതിനെ തുടർന്ന് മാതാപിതാക്കൾ മുൻകൈയെടുത്ത് ഇയാളെ കഴിഞ്ഞ ആഴ്ചയിലാണ് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയത്.
അവിടെ നിന്നും ഇയാൾ വളരെ നല്ല വ്യക്തിയായി തിരിച്ചു വരികയായിരുന്നു എന്നാണ് മനസ്സിലായത്. അതിനുശേഷം ഇയാൾ മദ്യം ഉപയോഗിക്കുകയോ ലഹരിക്ക് അല്ലാതാവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയപടി കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ചികിത്സ കഴിഞ്ഞ് 2 ആഴ്ച മുമ്പാണ് ഇയാൾ വീട്ടിൽ തിരിച്ചെത്തിയതെങ്കിലും ലഹരി ഉപയോഗം പിന്നീട് ഇയാൾ പുനരാരംഭിക്കുകയായിരുന്നു. ലഹരി മരുന്നുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചതാണ്, ദൈവിക സന്ദേശമാണെന്നും ആണ് ചെയ്തതെന്നുമുള്ള ഭ്രാന്തമായ തോന്നലുകളിലേക്ക് പ്രതിയെ എത്തിച്ചത് എന്നാണ് സൈക്കോളജിസ്റ്റുകൾ അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിരലടയാള വിദഗ്ധർ എത്തി വിശദമായി തന്നെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. കസ്റ്റഡിയിലുള്ള അജീഷിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളെ വിശദമായി മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും നെടുങ്കണ്ടം പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾ പുറത്തു വരുന്ന രീതിയിൽ അതിക്രൂരമായാണ് ഇയാൾ മാതാപിതാക്കളെ കൊന്നിരിക്കുന്നത്. ഇയാളുടെ ഒരു സഹോദരൻ ഗൾഫിലുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു കൊലപാതകം ആ നാട്ടിൽ നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതിൻ്റെ ഞെട്ടലിലാണ്. കാരണം കൊലപാതകം നടക്കുന്നു, അതിനുശേഷമുള്ള ഇയാളുടെ ആ ഒരു പെരുമാറ്റം, അതാണ് നാട്ടുകാരെ ഒന്നടങ്കം പേടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്.